തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ കാലടിയിൽ സിപിഐഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF സർക്കാർ തദ്ദേശ ഫണ്ട് 30% വെട്ടിക്കുറച്ചതിലും കാലടി പഞ്ചായത്ത് ഭരണസമിതി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാത്തതിലും വിവിധ പകർച്ചപ്പനികൾ പഞ്ചായത്തിൽ രൂക്ഷമായിട്ടും ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാതെ നിസ്സംഗത പുലർത്തുന്നതിനെതിരെയും സിപിഐഎം കാലടി ലോക്കൽ കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ ധർണ സമരം നടത്തി. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ അധികാര വികേന്ദ്രീകരണ ബില്ലെല്ലാം കൊണ്ടുവന്ന് പാസാക്കിയെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്തോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഈ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഗ്രാമസഭകൾ ചേർന്ന് നമ്മുടെ ഗ്രാമത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അത് നടപ്പാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് അധികാര വികേന്ദ്രീകരണ കാര്യത്തിൽ. അധികാരം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കുറച്ച് എടുത്തു മാറ്റി അത് താഴെ തലങ്ങളിൽ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ, മുനിസിപ്പാലിറ്റികളെ, കോർപ്പറേഷനുകളെ പ്രാദേശിക സർക്കാരാക്കി മാറ്റിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റും ആ നേതൃത്വം കൊടുത്ത ഗവൺമെന്റുകളും വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നത്. ഞാൻ തുടക്കത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കാൻ കാരണം ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ഒട്ടേറെ തരത്തിലുള്ള ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2025-26 നമുക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 10,500 കോടിയോളം രൂപയാണ് ഒരു വർഷക്കാലത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. ആ ഗ്രാമപഞ്ചായത്തുകൾക്കായി, കോർപ്പറേഷനുകൾക്കായി, മുനിസിപ്പാലിറ്റികൾക്കായി എല്ലാം തന്നെ ഈ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട തുക ഇപ്പോ അധികാരത്തിൽ വന്നിട്ടുള്ള സതീശന്റെ ഗവൺമെന്റ് ആ തുക വെട്ടിക്കുറച്ച് ഏകദേശം 1,500 കോടിയോളം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് ആ തുക ആദ്യഘട്ടത്തിൽ വെട്ടിക്കുറച്ചു. ഇത് വെട്ടിക്കുറയ്ക്ക് മാത്രമേ ചെയ്തുള്ളൂ. 2026 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മാർച്ചും ഏപ്രിൽ കഴിഞ്ഞാൽ ജൂൺ മാസം ആകുമ്പോഴേക്കും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് ഈ 3,000 കോടി രൂപ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു കഴിഞ്ഞപ്പോൾ ത്രിതല സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രാദേശിക സർക്കാർ, ഇപ്പോൾ നമ്മുടെ കാലടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പ്രാദേശിക സർക്കാർ, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്രാദേശിക സർക്കാർ, ആരോഗ്യ സംവിധാനം കാര്യക്ഷമമാക്കേണ്ട പ്രാദേശിക സർക്കാർ നിലവിൽ ത്രിശങ്കു സ്വർഗത്തിലാണ്. പക്ഷേ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ അവസ്ഥയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക്. ഉള്ളിൽ ബോധമുണ്ടെങ്കിലും പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം ഭരിക്കുന്നത് തങ്ങളുടെ സർക്കാരാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി കയറിയവരാണ്. ഇപ്പൊ കാലടി പഞ്ചായത്തിലെ അവസ്ഥ എന്താണ്? മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്തിന് മുൻപേ നടക്കേണ്ട ശുചീകരണം. കാലടി ഗ്രാമപഞ്ചായത്തിൽ ആകമാനം മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങൾ, തോടുകൾ, ഓടകൾ, കാനകൾ, റോഡ് സൈഡിൽ മാലിന്യം കൂടിക്കിടന്ന സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ ഇല്ലായ്മ ചെയ്യാൻ ഹരിതകർമ്മസേനയെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക.
അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ കാലടിക്കുകയാണെങ്കിൽ CHSE ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് കാലടി പഞ്ചായത്തിലെ 19 വാർഡുകളിലും ക്രിയാത്മകമായ ആരോഗ്യ പരിപാലനം സാധ്യമാക്കേണ്ട ഒരു ഗ്രാമപഞ്ചായത്ത്, അത് അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഗ്രാമപഞ്ചായത്ത്. ഓരോ ആഴ്ചയിലും CHSEയിലെ സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുത്ത് ഈ മഴക്കാലത്ത് എത്ര എലിപ്പനിയുണ്ട്, എത്ര ഡെങ്കിപ്പനിയുണ്ട്, എത്ര H1N1 ഇവിടെ ഷിഗല്ല വ്യാപനമുണ്ടോ, ഇവിടെ വയറിളക്കമുണ്ടോ, ഇവിടുത്തെ കുടിവെള്ള വിഷയം മാലിന്യം നിറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച റിപ്പോർട്ട് ജനറൽ കമ്മിറ്റിയിലേക്ക് വെക്കേണ്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാം കാലടി ലോക്കൽ കമ്മിറ്റി അംഗം സിജോ ചൊവ്വാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റിൽ തദ്ദേശ വകുപ്പിന് മുൻ സർക്കാർ അനുവദിച്ചിരുന്ന 3000 കോടി രൂപ കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇതുമൂലം പ്രാദേശിക സർക്കാരായി പ്രവർത്തിക്കേണ്ട ഗ്രാമപഞ്ചായത്തുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പൊതു ആരോഗ്യ സംരക്ഷണവും താറുമാറായി. കാലടി ഗ്രാമപഞ്ചായത്തിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും H1N1 വ്യാപകമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു. പഞ്ചായത്തിൽ 13.48 കോടിയുടെ മെയിൻ്റനൻസ് ഗ്രാന്റ് ചെലവഴിക്കാതെ പാഴായി. ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഉദ്ഘാടകൻ KK ഷിബു പറഞ്ഞു. CPIM കാലടി ലോക്കൽ സെക്രട്ടറി ബേബി കാക്കശ്ശേരി, CPIM അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MT വർഗീസ്, PN അനിൽകുമാർ, PK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിറയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.